ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്നാണ് സ്കൈറ്റിങ്ങിൻ്റെ കുറച്ച് ഞാൻ പഠിച്ച ഭാഗങ്ങളായിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് സെറ്റപ്പ് തന്നെയായിരുന്നു. കഴിഞ്ഞ വീഡിയോസിൽ അത്ര പെർഫെക്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കുറച്ചുകൂടി ഞാൻ അതിൽ ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, സ്കൈറ്റിങ്ങിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം തുടക്കക്കാരൻ നിലക്ക് ഇങ്ങനെയൊക്കെയാണ് ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ആദ്യം പുല്ലിലാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് കുറച്ച് സ്ഥലത്ത് നിന്നിട്ട് ചെയ്യാമെന്ന് മാത്രം. ഇനി നമുക്കിങ്ങനെ മൂവ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അത് സിറ്റപ്പിൻ്റെ ആ ഒരു മെയിൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചതുകൊണ്ട് നമുക്ക് ജമ്പ് ചെയ്യാനും മറ്റുള്ള കാര്യത്തിനെല്ലാം നല്ല രീതിയിൽ ബാലൻസ് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി, അത്രയും ഇതായി സ്മൂത്തായിട്ട് ഇങ്ങനെ പോകും. ഒരു പ്രത്യേക തരം ടൈൽസാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ ചെയ്തു. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ടില്ല, അങ്ങനെ ഒഴുകി പോവുകയായിരുന്നു. അപ്പോൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എട്ടിടുന്നതാണ്. എട്ടിടുന്നത് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള തന്നെ, പക്ഷെ ഇവിടെ ചെയ്യാനെല്ലാം പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നിട്ട്. അപ്പോൾ കുറച്ചും കൂടിയും സ്മൂത്തായിട്ടൊക്കെ നമുക്ക് ഇതിലിങ്ങനെ ഓടിക്കാൻ പറ്റുന്നത് ആ ടൈൽസിൻ്റെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ കാലൊക്കെ വെക്കുന്ന ആ രീതിയൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുമ്പ് ഇങ്ങനെ ഒന്നല്ല ആയിരുന്നത്, കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ. പിന്നെ അതിന് ശേഷം കതീറിൻ്റെ കുറച്ച് ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കതീറിനെ കിട്ടിയതിന് ശേഷമായിട്ട് നമ്മൾ ഇത്രയും നല്ല രീതിയിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റിയത്. അതിന് മുമ്പ് ഞാൻ സ്വയമായിട്ട് യൂട്യൂബെല്ലാം നോക്കിയിട്ട് പഠിച്ചത് തന്നെയാണ്. പിന്നെ അവിടെ നമ്മൾ കുറേ നേരം സ്കേറ്റ് ഇങ്ങനെ ചെയ്യാനും പറ്റും. ആൾക്കാരുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ സ്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ, ഈ ഒരു ഭാഗത്ത് നിന്നൊരു സ്കേറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയാണ് കതീറിൻ്റെ അഭ്യാസങ്ങൾ. കതീർ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര ഷോ വർക്ക് തന്നെയായിരുന്നു കേട്ടോ. അത് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ തിരിയുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ല, ഭയങ്കര ഇത് തന്നെ. അവൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ട് പിന്നെ ആൾക്കാരും അവനോട് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കും, നീ എങ്ങനെ പഠിച്ചെന്ന്. അപ്പോൾ അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസൊക്കെ അവിടെ ഇങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു പദമ്മ ദുബായിലുള്ള ഗോൾഡ് സുഖിലായിരുന്നു ഈ വീഡിയോ ചെയ്തിട്ടാണ് സുഹൃത്തുക്കൾ. അപ്പോൾ സ്കൈറ്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ 2-3 മാസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.